പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ധനലക്ഷ്മി. ഇനി എന്തു ചെയ്യും? എങ്ങനെയാണ് ഈ കുരുക്കിൽ നിന്ന് ഓടിപ്പോരുക? വിചാരിച്ചതുപോലെ എളുപ്പമല്ല. വരുണാണെങ്കിൽ അവന്റെ പൈസ തിരികെ കൊടുക്കാതെ പോവുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ധനലക്ഷ്മിയോട് ആ പൈസ തിരികെ കൊടുക്കുന്നതിനായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയുടെ അച്ഛനും. ഇതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായി എന്ന് മനസ്സിലാക്കുന്ന ധനലക്ഷ്മി ഇനി എന്തു ചെയ്യും? ആ ഒരു ചോദ്യത്തിനു മുന്നിൽ പകച്ചു പോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് ആലോചിക്കുകയാണ്. ഇതിനിടയിലാണ് വരുൺ വീണ്ടും മുന്നിലേക്ക് വരുന്നത്. ഞാൻ എന്തായാലും ഇവിടെ തന്നെ താമസിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും. ഞാൻ പോണമെങ്കിൽ എൻ്റെ പൈസ ഇങ്ങുതാ. അപ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ. ധനലക്ഷ്മി പൈസ തരാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയില്ല. ആ കാര്യം സത്യം തന്നെയാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാനത് ഇപ്പോൾ തന്നെ വ്യക്തമാക്കുകയാണ്. ഇത് കേൾക്കുന്ന ധനലക്ഷ്മി ഇനി എങ്ങനെ ഇത്രയും പൈസ ഞാൻ ഉണ്ടാക്കും? അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ഉറപ്പ് തന്നെയാണ്. വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ. ദൈവമേ, എന്തു ചെയ്യും? ഈ സംഭവം അറിയാൻ ഇടയായിരിക്കുകയാണ് കൺമണിയും കൃഷും. ഇതോടെ കൃഷ് കൺമണിയോട് പറയുകയാണ്, ധനലക്ഷ്മിക്ക് കിട്ടേണ്ട തിരിച്ചടി തന്നെയാണ് അത്. പൈസയ്ക്ക് അത്രയധികം ആർത്തിയായിരുന്നല്ലോ അവർക്ക്. അതുകൊണ്ട് അവർ കുറച്ച് അനുഭവിക്കട്ടെ. നീ ഇപ്പോൾ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. അല്ല കൃഷ്ണ, അവരും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ? എന്ത് പ്രശ്നം? ഇപ്പോൾ പ്രശ്നം ധനലക്ഷ്മിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കേണ്ടതൊന്നുമില്ല. കാര്യങ്ങളെല്ലാം അവർ മാനേജ് ചെയ്യട്ടെ. ഇനി എന്തെങ്കിലും ആവശ്യം വരികയാണ് എങ്കിൽ മാത്രം ഇടപെട്ടാൽ മതി. അല്ലാതെ വെറുതെ പോയി ഇടപെട്ടിട്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. മനസ്സിലായോ? ആ ധനലക്ഷ്മിയാണ് എങ്കിൽ പഠിച്ച കള്ളിയ. അവളെ ഇങ്ങനെയൊക്കെ വേണം നേരിടാൻ. ഒടുവിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് കൺമണിയും തീരുമാനിക്കുന്നു. ഇതേ തുടർന്നാണ് ധനലക്ഷ്മി കൺമണിയെ ഫോൺ ചെയ്യുന്നത്. കൺമണി, ചേച്ചിയെ സഹായിക്കണം. ആ പൈസ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചു തരണം. ആ വരുണെന്ന ശല്യത്തെ ഒഴിവാക്കാനാ. ഇല്ല, ഞാൻ സഹായിക്കില്ല. ആ കാര്യം ഞാൻ ഉറപ്പിച്ചതാണ്. അയ്യോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ. കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു തരാം. നിങ്ങൾ എൻ്റെ അച്ഛനോടും എന്നോടും ചെയ്തതൊന്നും അങ്ങനെ മറക്കാൻ ഞാൻ തയ്യാറല്ല. ഇത് കേട്ട് ധനലക്ഷ്മിയാകെ പകച്ചു പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.